നമസ്കാരം, അശ്വതി ഹിയർ. ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് അച്ഛനെ കാണാനില്ല കേട്ടോ. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നേരെ അച്ഛൻ എങ്ങോട്ടാ പോയത് നോക്കുന്ന സമയത്ത് അച്ഛനിതാ പറമ്പിൽ എന്തോ ഒരു പണിയിലാണ്. അപ്പോൾ എന്താ പണിയെന്ന് നോക്കിയ സമയത്ത് അച്ഛൻ ഇവിടെ നിന്ന് ചേമ്പ് കൊത്താണ് കേട്ടോ. വീട്ടിലുള്ള പാരയൊക്കെ എടുത്തിട്ട് ആ പാരേനെ കൊണ്ട് നമ്മുടെ വീട്ടിലെ ചേമ്പ് ഇങ്ങനെ കുത്തിയെടുക്കുക. നമ്മൾ വീട്ടിലുണ്ടാവുന്ന ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന സമയത്ത് അതിനൊരു പ്രത്യേക രുചിയാണ് അല്ലേ. സത്യം പറഞ്ഞാൽ കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങി കൊണ്ടുവന്ന് കഴിച്ചാൽ കിട്ടാത്തൊരു രുചിയാണ് നമ്മളെ വീട്ടിൽ പറമ്പിൽ നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ള ഒരു സാധനം കഴിക്കുന്ന സമയത്ത്. പിന്നെ കടയിൽ നിന്ന് വാങ്ങുന്ന ചേമ്പിനെക്കാട്ടും കുറച്ച് പൊടി കൂടുതലാണ് നമ്മളെ വീട്ടിലുള്ള ചേമ്പിനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചേമ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്ന് രാവിലേക്ക് നമുക്ക് ഉഷാറായിട്ട് കഴിക്കാനുള്ള സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛൻ അതിനൊക്കെ എടുത്ത് കവറിലാക്കുകയാണ്. അച്ഛന് ഇങ്ങനെ കൃഷികളോടും ചെടികളോടും മരങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് അമ്മ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിൽ ഒരുപാട് ചെടികളും ഒരു പൂന്തോട്ടം പോലെയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അതൊന്ന് നോക്കി വളർത്താനും അങ്ങനെയൊന്നുമുള്ള ഒരു മാനസിക അവസ്ഥയല്ലായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളൊക്കെ പതിയെ പതിയെ അതിനോടൊക്കെ അങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി. അച്ഛനിതാ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മളെ അടുക്കളേൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ചേമ്പിൻ്റെ അടിഭാഗത്തുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അച്ഛൻ അത് വെച്ചിട്ട് നമുക്ക് പുഴുങ്ങി നോക്കാമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാൻ ചേമ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞ് നീ കളയാൻ നിന്നാൽ ഇപ്പോൾ ഒത്തിരി സമയം എടുക്കും, അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് ആയിക്കോളാമെന്ന് പറഞ്ഞു. അച്ഛനും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. വീട്ടിലൊരു അമ്മയില്ലാത്തതിൻ്റെ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അച്ഛന് അതും കാര്യങ്ങളൊന്നും നമ്മളെ ഇതുവരെ അറിയിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കുഞ്ഞിതായപ്പോൾ മുതൽ എനിക്കിപ്പോൾ ഇത്രയും വയസ്സായിട്ടും അച്ഛൻ എന്നെ ഒരു കുഞ്ഞി കുട്ടീനെ പോലെ, എന്നെ മാത്രമല്ല എൻ്റെ അനിയനെയും ഒരു കുഞ്ഞി കുട്ടീനെ പോലെ തന്നെയാണ് നോക്കുന്നത് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഇങ്ങനെ ഒരു ഇവിടെ എൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ നല്ല ഒരു ഗ്രാമീണത പോലെ തോന്നുന്ന സംഭവങ്ങളാണ്. അതായത് നല്ലൊരു പച്ചപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. അതുകൊണ്ട് ഒരു രാവിലത്തെ ഒരു ഭംഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ അച്ഛന് കുക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അച്ഛന് കുക്കിങ്ങിനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. ഫാമിലിയിലൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഈ വെയിലും വെളിച്ചമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം മുറ്റത്ത് പോയിട്ട് വെയിൽ ആസ്വദിക്കാമെന്ന് വിചാരിച്ച് നേരെ മുറ്റത്തേക്ക് പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളെ മുറ്റം വരുന്നത്. നമ്മളെ മുറ്റം കുറച്ച് നീളത്തിലുള്ള മുറ്റമാണ്. എനിക്ക് അങ്ങനത്തെ മുറ്റം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നു. അച്ഛനിതാ അടുപ്പത്തേക്ക് നമ്മുടെ കിഴങ്ങ് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് കുറച്ച് ഉള്ളിയും തക്കാളിയും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞു. നമുക്ക് ചിക്കൻ ഉണ്ട്, ചിക്കൻ നല്ല മുളകിട്ടിട്ട് വെച്ചതാണ്. അപ്പോൾ അത് ഒന്ന് കറിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വേഗം അച്ഛനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി അച്ഛനെ കൊണ്ടുപോയി കൊടുത്തു. അച്ഛനാണ് മെയിനായിട്ട് വീട്ടിലെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ പണിയെടുക്കാറില്ല എന്നാരും വിചാരിക്കരുത്. ഞാൻ പുറത്തുള്ള പണികളൊക്കെ, അതായത് അടിച്ചു വാരലും തുടയ്ക്കലും പിന്നെ നമ്മൾ അലക്കലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത്. അടുക്കളയിൽ അച്ഛന് കുറച്ചൊന്ന് സഹായിച്ചു കൊടുത്ത് സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. പിന്നെ അച്ഛൻ്റെ ഫുഡ് അച്ഛനും ഇഷ്ടമാണ്, അതുപോലെ തന്നെ ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മൾ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഭയങ്കര കാര്യമായിരിക്കുമല്ലേ. അതുപോലെ തന്നെ അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടം ഫുഡ് ഉണ്ടാക്കുക, എല്ലാവർക്കും കൊടുക്കുക, നമ്മളെ അഭിപ്രായങ്ങൾ കേൾക്കുക, ഇതൊക്കെയാണ് അച്ഛൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ ചേമ്പ് ഇവിടെ തിളയൊക്കെ വന്നിട്ടുണ്ട്. അച്ഛൻ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ഇടുകയാണ്. നമ്മൾ തിള വരുമ്പോഴാണ് ഉപ്പിടുക എന്നാണ് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് കുക്കിങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും അച്ഛൻ നേരത്തെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്കതുകൊണ്ട് തന്നെ എല്ലാ ഭക്ഷണവും കാര്യങ്ങളും ഉണ്ടാക്കാൻ അറിയാം. അച്ഛൻ ഉണ്ടാക്കുന്ന അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും എനിക്ക് എല്ലാ സാധനങ്ങളും ഉണ്ടാക്കാനും ഒക്കെ അറിയും. അപ്പം ഇതുപോലെ തന്നെ കുറേ കുക്കിങ്ങിൻ്റെ ടിപ്പും കാര്യങ്ങളൊക്കെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരാറുണ്ട്. അങ്ങനെ നമ്മൾ നേരെ ചിക്കൻ കറിയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഫ്രിഡ്ജ് ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ ചിക്കൻ മുളകിട്ടിട്ട് അടുപ്പത്ത് വെച്ച് വേവിച്ച് വെച്ചതാണ്. അപ്പം ഇനി അതൊന്ന് കറിയാക്കി സെറ്റ് ചെയ്തെടുക്കണം. ഓൾറെഡി വേവിച്ചതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അച്ഛന് പെട്ടെന്ന് ഉണ്ടാക്കുന്നൊരു തട്ടിക്കൂട്ടലായതുകൊണ്ട് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ അതിലിട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്.
അച്ഛന് കറികളൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയും കേട്ടോ. ഒരു 10-15 മിനിറ്റ് കിട്ടിയാൽ അതിൻ്റെ ഉള്ളിൽ അച്ഛൻ കറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കും. അപ്പോഴേക്കും നമ്മളെ കിഴങ്ങും കാര്യങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് അച്ഛൻ തന്നെ വാർത്തോളാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവാണ്. കാരണം ഞാൻ വാർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ പൊള്ളുമെന്നൊക്കെ പറഞ്ഞിട്ട് സമ്മതിക്കില്ല. സംഭവം ഇത്രയും വയസ്സായി എനിക്കിത് ചെയ്യാനൊക്കെ അറിയാം, എന്നാലും മാക്സിമം അച്ഛൻ തന്നെയാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നെക്കൊണ്ട് അതൊന്നും ചെയ്യിപ്പിക്കാറില്ല. അങ്ങനെ നമ്മളെ കറിയും സാധനങ്ങളൊക്കെ ആയി. അപ്പം നല്ല ചൂട് ചിക്കനും ചേമ്പ് പുഴുങ്ങിയതും കൂടെ ഞങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ അച്ഛന് ഞാൻ അഴയിൽ വിരിച്ചിട്ട തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അച്ഛൻ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല കേട്ടോ. എന്നും ചെയ്യുന്നതിലും പണിയെടുക്കുന്നതിലും ഒന്നും ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് 2 പേരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ചായ കുടിച്ചു. ഇത് ഒരു കുട്ടി വ്ളോഗാണ്. ഞാൻ ഇങ്ങനത്തെ വ്ളോഗൊന്നും ചെയ്യാറില്ല, ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇനിയും നല്ല നല്ല രീതികളിൽ വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.